പിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ് ഇറങ്ങുകയാണ്. ഹൈക്കമാൻഡിന്റെ മേൽനോട്ടത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക ഇക്കുറി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുന്നിൽ നിന്നുകൊണ്ടായിരിക്കും ഇത്തവണ കോൺഗ്രസിന്റെ പടയോട്ടങ്ങൾ നടത്തുക. ദേശീയ നേതൃത്വം കേരളത്തിൽ ക്യാമ്പ് ചെയ്തായിരിക്കും പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. കേരളത്തിലെ നേതാക്കന്മാരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന ബോധ്യമാണോ നേരിട്ട് രാഹുലും പ്രിയങ്കയും ഇറങ്ങാനുള്ള കാരണമെന്നും വ്യക്തമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ കോൺഗ്രസ് ഇല്ലാത്ത വിധം ഒരു തിരിച്ചടി കിട്ടിയതുകൊണ്ടും തുടർഭരണമെന്ന LDF ക്യാമ്പിന്റെ പ്രഖ്യാപനം കൊണ്ട് കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നും നയിക്കാനെത്തുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം ഹൈക്കമാൻഡിനായിരിക്കും. KPCCയുടെ വാർ റൂം കൂടാതെ AICC വാർ റൂം കേരളത്തിൽ പ്രവർത്തിക്കുമെന്ന അറിവ് കൂടി ലഭിക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും ജനകീയനായ യുവ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടായിരിക്കും പോരാട്ടം തുടരുക. പതിവിന് വിപരീതമായി ഏതെങ്കിലും കുറച്ചിടങ്ങളിൽ മാത്രം പ്രചാരണത്തിനെത്തിയിരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്തവണ സംസ്ഥാനമൊട്ടാകെ പ്രചാരണത്തിന് കൂടെയുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ മുട്ടുമടക്കി കൂടാ എന്ന ഉറച്ച നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഒന്നിൽ കൂടുതൽ സർവേകൾ നടത്തി ആ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രചാരണ തന്ത്രങ്ങൾ മെനയുക. മാത്രവുമല്ല, പ്രകടന പത്രിക പോലും തയ്യാറാക്കുന്നത് ഹൈക്കമാൻഡിന്റെ നിയന്ത്രണത്തിലായിരിക്കും. സാധാരണ KPCC തന്നെയാണ് പ്രകടന പത്രിക തയ്യാറാക്കാറുള്ളത്. അത് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാന UDF സഖ്യകക്ഷികൾ ചേർന്നാണ് ഒരുക്കാർ. പക്ഷേ ഇത്തവണ എല്ലാത്തിലും ഹൈക്കമാൻഡിന്റെ ഒരു കണ്ണ് ഉണ്ടാകും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ യുവ നേതൃത്വ നിര തന്നെ സംസ്ഥാനത്ത് വിന്യസിക്കും. KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ഒരു 10 അംഗ സമിതി രൂപീകരിക്കും. കൂടിയാലോചനകൾ കൃത്യമായി നടത്തി എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യാനാണ് ഹൈക്കമാൻഡിന്റെ 10 അംഗ സമിതിക്ക് രൂപം നൽകുന്നത്. അതിനു മുൻപ് ഹൈക്കമാൻഡിന്റെ പ്രധാന പ്രതിനിധികൾ സംസ്ഥാനത്ത് ക്യാമ്പയിൻ ചെയ്യാനെത്തും. അങ്ങനെ കേരളം പിടിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി കോൺഗ്രസ് വരികയാണ്. പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ദീപാദാസ് മുൻഷി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പ്രചാരണം പ്രിയങ്ക ഗാന്ധി നയിക്കണമെന്നാണ്. പ്രിയങ്കയുടെ റോഡ് ഷോകളും റാലികളും സംഘടിപ്പിക്കണമെന്നും AICC നേരിട്ട് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കണമെന്നുമാണ് നിർദ്ദേശം. വരാൻ പോകുന്ന സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ പ്രതിപക്ഷത്തിന് അനുകൂലമാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഐക്യകാഹളത്തിന് മുന്നോടിയായി പരിചയസമ്പന്നരായ നേതാക്കളിലൂടെ സംഘടന ശക്തിപ്പെടുത്താനായി മുതിർന്ന നേതാക്കളെ നേതൃത്വ പദവിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളും നടന്നു. പാർട്ടിയിലെ ഭിന്നത രൂക്ഷമാകുമ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരത്തിലാണ് നേതൃത്വം പ്രതീക്ഷ അർപ്പിക്കുന്നത്. മുതിർന്ന നേതാക്കളെ നേതൃത്വ പദവിയിൽ എത്തിക്കാനുള്ള നിർണായക നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിവരുന്നത്. മുൻ KPCC അധ്യക്ഷന്മാർ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർക്ക് ചുമതലകൾ നൽകിയാകും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവരുടെ അനുഭവ സമ്പത്ത് പരമാവധി ഉപയോഗിക്കുമെന്നത് നേട്ടമാകും എന്നാണ് വിലയിരുത്തൽ.